ഹലോ മുത്തുമണികളെ, രാവിലെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? നമ്മൾ കട്ടൻ ചായ ഇട്ടു. കട്ടൻ ചായ ഞാൻ കുടിക്കലില്ല കേട്ടോ. കട്ടൻ കോഫി ആണെങ്കിൽ ഓക്കെ, എന്നാലും എനിക്ക് കോഫി കുടിക്കാനാണ് ഇഷ്ടം. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഫ്രിഡ്ജ് ചീത്തായത് അറിഞ്ഞല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് ചീത്തായതിനു ശേഷം ഞാൻ പുതിയൊരു ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എൻ്റെ മക്കൾ ഫ്രീസറിൽ വരുന്ന ആ ഒരു മഞ്ഞുണ്ടല്ലോ, അതിങ്ങനെ എടുത്ത് തിന്നലാണ്. അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് അങ്ങനെ നിർത്തി വെച്ചേക്കുകയാണ്. പക്ഷെ ഫ്രിഡ്ജില്ലാതെ ചില കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഈ അപ്പത്തിൻ്റെ മാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു. അത് പഴയ മാവ് എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ അതെന്തോ ഒരു പാട പോലെ ഫംഗസ് എങ്ങാണ്ട് വരണതായിരിക്കും. അപ്പോൾ അത് അപ്പത്തിൻ്റെ മാവിൽ ഒഴിക്കാൻ എനിക്കൊരു മനസ്സില്ല. മക്കൾ തിന്നുന്നതല്ലേ, മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ ഭയങ്കര ആഗ്രഹങ്ങളിലൊന്നാണ്. ഫ്രിഡ്ജുള്ള സമയത്താണെങ്കിലും ഈ പഴയ ഫുഡൊക്കെ വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചത് ചൂടാക്കി കൊടുക്കാൻ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. എൻ്റെ അടുത്ത് പറയും, നീ കഴിച്ചോ, എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ട എന്ന് പറയും. അതുകൊണ്ട് പഴയ ഫുഡൊന്നും അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി ഉപയോഗിക്കാറില്ല. 3 നേരവും പിന്നെ ഫ്രഷായിട്ട് ചൂടോടെ ഭക്ഷണം ലൈവായിട്ടുണ്ടാക്കി കഴിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു ഫ്രിഡ്ജ് വേണ്ട. പക്ഷേ ഫ്രിഡ്ജ് ഇല്ലാതെ ചില കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പം നോക്കണം. എന്താണ് ഇന്ന് ഞാൻ പറയാൻ വന്നതെന്നറിയാമോ? നമ്മുടെ അൽ ഉഡായിപ്പ് ഉമ്മ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാര്യമെന്ന് നിങ്ങൾക്കറിയാമോ? മക്കൾക്ക് അടിസ്ഥാനം വീടിൻ്റെ വൃത്തിയാണ്. മോളെ ഏത് കോളേജിലാണ് പഠിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. മക്കളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ജീവിതമാണ്. മാതാപിതാക്കൾ അവർക്ക് കൊടുക്കുന്ന ശിക്ഷണം, അറിവ്, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന പാഠങ്ങളെന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതിനേക്കാൾ കൂടുതൽ ഒരു കുട്ടിയുടെ പിന്നെ ഉമ്മയാണ് ആദ്യത്തെ ഗുരു എന്ന് പറയും. മാതാപിതാ ഗുരു ദൈവം എന്നാണ് നമ്മൾ ചെറുപ്പകാലം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. മാതാവ് കഴിഞ്ഞാൽ പിതാവ്, പിതാവ് കഴിഞ്ഞാലോ അറിവ് പകർന്നു തരുന്ന ഗുരുക്കന്മാർ, അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ ആര്? ദൈവം എന്നുള്ളത്. അപ്പം ഒരു കുഞ്ഞിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ഉമ്മ വാപ്പ, അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അങ്ങനെയാണ്. അല്ലാതെ വീടിൻ്റെ വൃത്തിയൊന്നുമല്ല. ഈ വീടിന് വൃത്തി ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നിടം, നിൽക്കുന്നിടം, കിടക്കുന്നിടം, ശരീരമൊക്കെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, വൃത്തി ഈമാൻ്റെ പകുതിയാണ്. ആ വൃത്തി എന്ന് പറയുന്നത് നമ്മളെ വീട് വൃത്തിയാക്കി വെക്കുക, നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ് വൃത്തിയാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മളെ മുഖം മിനുക്കുക, ഇതൊന്നുമല്ല. നമ്മുടെ മനസ്സ് കൂടി വൃത്തിയാക്കി വെക്കണം. നമ്മളെ മനസ്സ് നല്ലതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത് കുട്ടികളുടെ അടിസ്ഥാനം വൃത്തി എന്ന് പറഞ്ഞതിൻ്റെ ഒരു പിന്നെ എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന പാഠങ്ങളിൽ വൃത്തിക്കൊരു സ്ഥാനം വേണമെങ്കിലും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന് മനുഷ്യൻ സമൂഹ ജീവിയാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. എല്ലാ ജീവജാലങ്ങളും സമൂഹ ജീവികളാണ്. ഈ സമൂഹ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ അവൻ വളർന്നു വരിക, അതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് അവൻ കാരണം സമൂഹത്തിൽ ഒരു നഷ്ടമുണ്ടാകരുത്. അവൻ കാരണം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ആരോഗ്യപരമായിട്ടോ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകരുത്. അത് പിന്നെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, ആനകൾ കൂട്ടമായിട്ടാണ് അവർ ഭക്ഷണം തേടുന്നതും അവർ ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. സിംഹം, മൃഗങ്ങൾ പോലും അങ്ങനെയാണ്. ഒരു സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്.
ഈ സമൂഹത്തിൽ നിന്ന് ആനയെ ഒറ്റപ്പെടുത്തുന്ന ഒരു കണ്ടീഷനുണ്ട്. അതായത് അക്രമകാരികളായ ആനയെ എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തും. അവൻ പിന്നെ ഒറ്റയാനായി മാറും. അവന് ഇണകളില്ല, മക്കളില്ല, കുടുംബമില്ല, ഒരു സമൂഹമില്ല. അങ്ങനെ അവൻ ഒറ്റയാനായി മാറും. ഈ ഒറ്റയാൻ എന്ന് പറയുന്നത് ഭയങ്കര അക്രമാസക്തനാണ്. ഓൾറെഡി അവൻ അക്രമാസക്തനായതുകൊണ്ടാണ് അവനെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കുന്നത്, അവരുടെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്നത്. എന്നാൽ ആകെ ഒറ്റപ്പെടുന്ന അവൻ എന്താവും? ഭയങ്കര അക്രമകാരികളാകും. അതുപോലെ തന്നെ സിംഹത്തിനെയും ഒറ്റപ്പെടുത്തുന്ന ഒരു കണ്ടീഷനുണ്ട്. അക്രമാസക്തനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒറ്റപ്പെടുത്തി കളയും. അപ്പം അങ്ങനെ ഒറ്റപ്പെടാതെ അവൻ സമൂഹവുമായിട്ട് ചേർന്ന് നിൽക്കണം. അപ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്? സമൂഹത്തിന് ഉതകുന്ന ഒരാളായിട്ട് മാറുന്നത്. ഇത് മാത്രമല്ല, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രസവിക്കണം. ഇപ്പം സ്ത്രീകളെ നീ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇന്നലെ എൻ്റെ ഐഷൂട്ടിന് എൻ്റെ ലൈവിൽ വന്നപ്പോൾ പറയണ കേട്ടായിരുന്നു, നീ കല്യാണമൊക്കെ കഴിച്ചോടി, നിനക്ക് പ്രസവത്തിൻ്റെ കാര്യം എങ്ങനെ അറിയാടി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ആരോ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. മോളെ, മക്കളെ പറഞ്ഞാൽ ഉമ്മമാരി ഇടപെടും കേട്ടാ. അപ്പോൾ അതിൽ നീ പറഞ്ഞ ഒരു കാര്യം, പ്രസവത്തിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കണമെന്നില്ല. സ്കൂളിൽ വിടുന്ന സമയത്ത് ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്കുണ്ട്. ആ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ വല്ല ബസ് കണ്ടക്ടറിൻ്റെയൊക്കെ പിന്നാലെ ഒലിപ്പിച്ചുകൊണ്ട് നടന്ന് അവന് മാലയും വളയൊക്കെ ഊരിക്കൊടുത്ത് അവൻ്റെ കൂടെ മറ്റേ പണിക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മറ്റേ പണിക്ക് പോയി കഴിഞ്ഞാൽ വിചാരിക്കുന്നത് ഈ മറ്റേ പണി ഉണ്ടെങ്കിലേ പ്രസവിക്കാൻ അറിയൂ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. സ്കൂളിൽ വിടുന്ന സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നല്ല വ്യക്തമായിട്ട് പ്രത്യുൽപാദന ശേഷി അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രത്യുൽപാദനം എല്ലാ ജീവനുള്ള വസ്തുക്കളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് എന്ന് പഠിപ്പിക്കും. അത് ബയോളജിയിലാണ് പഠിപ്പിക്കുന്നത്. മോളത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഐഷാ നേഹയുടെ വീട്ടിൽ നിന്ന് ഇതൊക്കെയാണോ നിന്നെ പഠിപ്പിച്ചത്? മറ്റുള്ള സ്ത്രീകളുടെ പ്രസവത്തിനെ കുറിച്ച് സംസാരിക്കാനാണോ നിന്നെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവളുടെ ഉമ്മ അവളെ കട്ടിൻ്റെ അടിയിൽ ആളെ കയറ്റാനൊന്നും പഠിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അവളിപ്പോൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വക്കീലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതായത് അവളുടെ മാതാപിതാക്കൾ അവളെ പ്രസവിക്കാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ അല്ല പഠിപ്പിച്ചത്. മറിച്ച് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഒരു സ്ത്രീക്ക് വേണ്ടുന്ന കാര്യം എന്താണ് എന്നറിയാമോ? സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത്. നീ എന്തുകൊണ്ടാണ് 4 കല്യാണം കഴിച്ചത്? നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ അറിഞ്ഞൂടാ. നിനക്ക് മറ്റൊരു ആണിൻ്റെ കീഴിൽ ആ ആണ് പണിയെടുത്ത് കൊണ്ടുവരുന്നത് ഞം അടിക്കാൻ മാത്രമേ അറിയൂ. അതാണ് നിൻ്റെ കുടുംബക്കാർ, നിൻ്റെ മാതാപിതാക്കൾ നിന്നെ പഠിപ്പിച്ചെടുത്തത് എന്താണ്? പ്രസവിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ആളെ കയറ്റണം, ആളെ കയറ്റി ടിങ്കോൾഫി അഡോൾഫി. പ്രസവിക്കാൻ അവളൊക്കെ ഹെൽപ്പായി കഴിഞ്ഞാൽ അവനെ ഡോൾഫി ആക്കുക എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഐഷാ നേഹിനെ കുറിച്ച് നീ ഇന്നലെ പറഞ്ഞ കാര്യത്തിനുള്ള ആൻസർ കിട്ടി കാണുമല്ലോ. ഇനി അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു കുട്ടി കണ്ടുപഠിക്കുന്നത് അവരുടെ ഉമ്മാൻ്റെ ജീവിതമാണ്. അല്ല, അവരെ ഉമ്മയും ബാപ്പയും. ഒരു കുട്ടിയോട് നമ്മൾ ഏതൊരു രീതിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാലും ഒരു കുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് മോഹൻലാലോ മമ്മൂട്ടിയോ റൊണാൾഡോ ഒന്നും ആയിരിക്കില്ല. അവൻ്റെ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ. നിൻ്റെ മക്കൾ റോൾ മോഡൽ ആരെയാക്കും മോളെ? നിന്നെ റോൾ മോഡലാക്കിയാലുള്ള ആ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പറയില്ലേ, അമ്മ വേലി ചാടിയ മോള് മതിൽ ചാടുമെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിൽ. അതുകൊണ്ട് എന്തായാലും നിന്നെ റോൾ മോഡലാക്കാൻ വേണ്ടിയിട്ട് കൊള്ളില്ല. പിന്നെ നിൻ്റെ തന്തയും തള്ളേനെ റോൾ മോഡലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളേവൻ്റെ കൂടെ കിടന്നാലും മേക്കില്ല, പൈസ എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനുള്ളത്. അയ്യോ, 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കുന്തവും ഇല്ല. അതായത് ഒരടിസ്ഥാനവും ഇല്ലാത്ത 3-4-5 മക്കളെ പ്രസവിച്ച വേറും വേസ്റ്റ് ജന്മമാണ് നീ എന്നുള്ളതാണ്.
പിന്നെ എൻ്റെ മക്കളുടെ വൃത്തിയെക്കുറിച്ച് നീ പറയുന്നുണ്ടായിരുന്നു. അല്ല, എൻ്റെ വൃത്തിയാണോ പറഞ്ഞത് അതോ എൻ്റെ മക്കളുടെ വൃത്തിയാണോ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എൻ്റെ വൃത്തിയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മോളെ, ഞാനൊരാണിൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് 19 കൊല്ലമായി. ഈ 19 കൊല്ലത്തിൽ എൻ്റെ മക്കളുടെ പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. തുരുതുരേന്ന് ഞാൻ പ്രസവിച്ച് എനിക്ക് വൃത്തിയില്ല എങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കൂടെ? ഇനി എൻ്റെ മക്കളുടെ നഖത്തിലെങ്ങാണ്ട് അഴുക്കുണ്ടെന്ന്, മക്കളല്ലേ, ചെറിയ മക്കൾ മണ്ണ് വാരി കളിക്കും. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മണ്ണാണ്. ഞാൻ ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിന് മുറ്റമൊക്കെ പിന്നെ ഇങ്ങനെ ടൈൽസ്, ഇത് മറ്റേ ജോയിൻ്റ് കല്ല് പാകിയതാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യോർ മണ്ണാണ്. എൻ്റെ മക്കളെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് മണ്ണിൽ കളിക്കുക, മഴയത്ത് കളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ കളിക്കട്ടെന്ന്, കളിച്ച് വളരട്ടെന്ന്. അപ്പം അവരുടെ വൃത്തിയെക്കുറിച്ചുള്ള കാര്യം മനസ്സിലായല്ലോ. പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണത് കെട്ടാനും പ്രസവിക്കാനും ഒന്നുമല്ല. എൻ്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത്, വീട്ടിലൊരു ഭക്ഷണവും വേവിക്കാതെ അപ്പുറത്തെ വീട്ടിൽ ഉമ്മ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണവും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കട്ടിലിൻ്റെ അടിയിൽ മട്ടൻ സൂപ്പ് വെച്ച് കൊടുക്കാനല്ല. മറിച്ച് എന്താണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നറിയാമോ? സ്വന്തം കാലിൽ നിൽക്കാൻ. എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, കെട്ടിച്ചു വിടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാതെ, സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാവാതെ കെട്ടിച്ചു വിടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു വാപ്പ അവരുടെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ണി കണ്ട ആളുകളെ നിന്നെല്ലാം സൂപ്പർ ചാറ്റ് ഇതാ, പൈസ ഇതാ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലേ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ലേ എന്ന് കിടന്ന് നിലവിളിക്കുക എന്നുള്ളതല്ല. നിന്നെ കോണ്ടാക്റ്റ് ചെയ്ത ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ പറയുന്നില്ല നിനക്ക് 100 കണക്കിന് കോളുകൾ വരുന്നുണ്ടെന്ന്. ഈ 100 കണക്കിന് കോളുകൾ നീയുമായിട്ട് കോണ്ടാക്റ്റിൽ ലൈവിലുണ്ടോ എന്നുള്ളതാണ്. ഈ കോണ്ടാക്റ്റ് ചെയ്യുന്ന വ്യക്തികളോടെല്ലാം തന്നെ അടുത്ത ദിവസം നീ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. ഈ ക്യാഷ് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്തെന്നറിയാം. ചുമ്മാതല്ലല്ലോ ഈ ബീൻ ഫാമിലി പറയുന്നത്, അവർ പറഞ്ഞത് സത്യം തന്നെ, കൃത്യമായിട്ട് അവൾ അടുത്ത ദിവസം എൻ്റെ അടുത്ത് പൈസ അയച്ചല്ലോ എന്ന്. അപ്പോൾ മക്കൾക്ക് കൊടുക്കേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം എന്താണ് മോളെ? കട്ടിലിൻ്റെ അടിയിൽ മട്ടൻ സൂപ്പ് വെച്ച് ആളെ കയറ്റുക എന്നുള്ളതല്ല. വല്ലവരെന്ന് ഇരന്നുണ്ടാക്കിയ വീട് കണ്ടോ ഞാൻ വൃത്തിക്ക് സൂക്ഷിക്കുന്നു എന്ന് പറയുന്നതിലല്ല. പിന്നെന്താണ്? മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പാകത്തിന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു ഗുരു, ഒരു ഉമ്മ, ഒരു വാപ്പ ഒരു മനുഷ്യനെ പഠിപ്പിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവൻ എന്തായി മാറും എന്നറിയാമോ? ക്രിമിനലായി മാറും. ആരെ പോലെ? നിന്നെ പോലെ. അതായത് നീ മറ്റുള്ള ആളുകളുടെ സ്വത്ത്, മറ്റുള്ള ആളുകളുടെ ഫ്രണ്ട്സ്, മറ്റുള്ള ആളുകളുടെ ഭർത്താക്കന്മാർ, മറ്റുള്ള ആളുകളുടെ മക്കൾ, ഇവരെയൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവളാണ്. ഈ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹജീവികളായ മനുഷ്യർ, മറ്റു മനുഷ്യർക്കത് മനസ്സിലാകും. അപ്പോൾ അവർ കാരണം മറ്റൊരാളുടെ സ്വത്തിന്, മറ്റൊരാളുടെ സ്വന്തങ്ങൾക്കൊക്കെ അപകടം പറ്റുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ചില ആളുകൾ നട്ടലിനുറപ്പുള്ള ഒറ്റ തന്തയ്ക്കുള്ള മക്കൾ എന്ത് ചെയ്യും? റിയാക്റ്റ് ചെയ്യും. ഈ റിയാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഉള്ളിലുള്ള ക്രിമിനലിസം വെളിയിൽ വരും, നിന്നെ പോലെ. അങ്ങനെ നീ അപകടകാരിയായി മാറും. മറ്റൊരാളെ ഉപദ്രവിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ നാളെ ഒരാളെ കൊല്ലാൻ പോലും നീ മടിക്കില്ല. കാരണം എന്താണ്? നിൻ്റെ ഉള്ളിലുള്ളത് സ്നേഹമല്ല, മറിച്ച് ആർത്തിയാണ്. എന്തിനോടുള്ള ആർത്തി? പണത്തിനോടുള്ള ആർത്തി. നീ 4 കല്യാണം കഴിച്ച്, ഈ 4 കല്യാണം കഴിച്ചപ്പോഴും അവരെ സ്നേഹിച്ച് അവരോടൊപ്പം ജീവിക്കണമെന്നുള്ളതല്ലല്ലോ നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എത്രത്തോളം കല്യാണം കഴിക്കാൻ പറ്റുമോ അത്രത്തോളം കല്യാണം കഴിക്കുക, അവന്മാരിൽ നിന്നെല്ലാം ചെലവിന് വാങ്ങുക.
ഇത് തന്നെയല്ലേ നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവന്മാരെ കൂടെ ഒരു 10-15 ദിവസം അങ്ങോട്ട് താമസിക്കും, എന്നിട്ട് പള്ളയിൽ ഒരെണ്ണത്തിനെ വാങ്ങിക്കും. അത് കഴിഞ്ഞ് ഈ കൊച്ചിനെ കാണിച്ചുകൊണ്ട് നിൻ്റെ കൊച്ചാണേ നിൻ്റെ കൊച്ചാണേ നിൻ്റെ കൊച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ കയ്യിൽ നിന്ന് പണം തട്ടുക. ഇത് മാത്രമോ? ഈ കുട്ടികളെല്ലാം എത്തി മക്കളാണേ എന്ന് കിടന്ന് നിലവിളിച്ചിട്ട് മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ വശീകരിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടി ചെലവിനുണ്ടാക്കുക. ഇതാണ് നിൻ്റെ ഹോബി എന്ന് പറയുന്നത്. അപ്പം നിന്നെ കണ്ടു പഠിക്കുന്ന നിൻ്റെ മക്കളുടെ അടിസ്ഥാനത്തിനെ കുറിച്ച് നീ എന്നോട് പറയണ്ട, മനസ്സിലായോ? ഇനി ഈ കുട്ടികൾ നാളെ വലുതായി നമ്മളായിരുന്നാലും നമ്മുടെ മക്കൾക്കൊരാലോചന കൊണ്ടുവരുന്ന സമയത്ത്, ഈ മക്കൾക്ക് നമ്മൾ ആലോചന കൊണ്ടുവരുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മളൊരു വിവാഹാലോചന നടത്തുമ്പോൾ അവരുടെ പാരമ്പര്യത്തിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. ആ പാരമ്പര്യം അന്വേഷിക്കുമ്പോൾ നിൻ്റെ മക്കളെ സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ 4 കല്യാണം കഴിച്ച് 4-ലും 4 കുട്ടികളുണ്ടായ പെണ്ണെ, ഇത് നിൻ്റെ മക്കൾക്കൊരു കല്യാണാലോചന വരുമ്പോഴത്തേക്കും ആളുകൾ എങ്ങനെയാണ് നിന്നെ അഭിസംബോധന ചെയ്യുക? അതാ അവരല്ലേ 4 കല്യാണം കഴിച്ച് 4 ബന്ധത്തിലും 4 മക്കളുള്ളത്. ആ കുട്ടികൾ അർത്ഥ സഹോദരന്മാരാണ് കേട്ടോ എന്നല്ലേ പറയും. അപ്പോൾ പാരമ്പര്യമുണ്ടാകണം. മക്കൾക്ക് കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. അല്ലാതെ കട്ടിലിൻ്റെ അടിയിൽ മട്ടൻ സൂപ്പ് വെച്ച് കൊടുക്കുന്നതല്ല അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ആ പെങ്കൊച്ചിനെ പിടിച്ചിരുത്തിയിട്ട് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉമ്മ തെറ്റ് ചെയ്യുന്നത് മോള് കണ്ടിട്ടുണ്ടോ എന്ന്. അതെന്തേ? നിൻ്റെ മോളെ ഫ്രണ്ടിൽ വെച്ചാണ് നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ ഉണ്ടാക്കിയത്? 12 വയസ്സുള്ള കൊച്ചിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഉമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്യണോ കണ്ടിട്ടുണ്ടോ എന്ന്. ആ കൊച്ച് തെറ്റ് ചെയ്യണം എൻ്റെ മക്കളടുത്താണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ പറഞ്ഞേനെ. ഉമ്മച്ചി യൂട്യൂബ് തുറന്നു വെച്ച് ചീത്ത വിളിക്കുന്ന എന്തിന് എന്ന് എൻ്റെ മക്കൾ പറഞ്ഞേനെ. പക്ഷെ നിൻ്റെ കൊച്ചു പറയില്ല, അതൊരു കീ കൊടുത്ത സാധനമാണ്, മനസ്സിലായോ? കീ കൊടുത്താൽ ഓടുന്ന സാധനം. ചിരി, മോളെ ചിരി എന്ന് പറയുമ്പോൾ മോളെ കരാന്ന് ആ കമ്മലിൻ്റെ ഒരു പ്രാങ്ക് നടത്തിയില്ലേ നേരത്തെ പറഞ്ഞു വെച്ചിട്ട്, ഉമ്മച്ചി കമ്മൽ ഊരിയെടുക്കുമ്പോൾ മോള് കരഞ്ഞോണ്ട് ഷായിദ് അമ്മേൻ്റെ അടുത്ത് പോകണം കേട്ടോ. ഉടനെ കൊച്ച് അത് തന്നെ കമ്മൽ ഊരിയെടുത്തപ്പോൾ പറഞ്ഞു കൊണ്ടുപോയി. എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത് അതുപോലെ ചെയ്യും. അതാണ് അടിസ്ഥാനം. അതിനെയാണ് അടിസ്ഥാനം എന്ന് പറയാം. എൻ്റെ പൊന്ന് കൊച്ചേ, നിന്നെയൊക്കെ സമ്മതിക്കണം. തിന്നേയില്ല, വേവിക്കേയില്ല, സ്വന്തം മക്കൾക്ക് സ്വന്തം കൈ കൊണ്ട് ഒരു നേരത്തെ ആഹാരം വെച്ച് കൊടുക്കാൻ പോക്കില്ലാത്ത നീ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നു മക്കൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാനം. അതുപോലെ 2 കൈയും 2 കാലും 2 കണ്ണും 2 മൂക്കും എല്ലാം ഉള്ള നീ ഛർദ്ദിക്കുന്ന ഛർദിൽ നിൻ്റെ 12 വയസ്സുള്ള കൊച്ചിനെ കൊണ്ട് കഴുകിപ്പിച്ചിട്ട് നീ മക്കളെ വളർത്താനുള്ള അടിസ്ഥാനം ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നു. തിന്ന പാത്രം പോലും കഴിപ്പിക്കാതെ പൊന്നേ പൂവേ എന്ന് പറഞ്ഞ് നോക്കുന്ന ഞങ്ങളെ മക്കളെ അടിസ്ഥാനം പഠിപ്പിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിച്ചു തരണം. സമ്മതിക്കണോടിയേ, നിന്നെ സമ്മതിക്കണം.